നമ്മളെ 7 പേരുണ്ട്. ഭയമാരുണ്ട്, 7 പേരുണ്ട്. എന്തെങ്കിലുമൊക്കെ വള്ളിയായ കുഴപ്പമില്ല. ഇതാ റേഡിയോ കോൾ വിളിച്ചു പുറത്തും പോകുന്നു. അറിയോ ബാലൻ കുട്ടി എടുത്തു പോയിട്ടല്ലേ ഇവന്റെ ഇതെന്തുവാടാ? വെടിയുണ്ടല്ലേ അടിച്ചോണേ. നിന്നെ ഹലോ 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 ബ്രോ, നിങ്ങൾ സിറ്റുവേഷൻ ആരായിട്ടാ? ഹലോ, എല്ലാരും എല്ലാരും നിങ്ങൾ വെടിവെച്ചാ ഗോകുങ്ങളാ? അല്ല അതുകൊണ്ട് നിങ്ങൾ എടാ അവരൊക്കെ നമ്മൾ എന്തിനാണ് വെടിക്കുന്നത്? ചുമ്മാ ആവശ്യമില്ലുണ്ട്. ഒരാളാണ് കൊണച്ച അവർ റേഡിയോ കോൾ ഇടയിൽ കൂടെ പോവാണ് ബ്രോ. കയ്യിൽ തോക്കോ ഒന്നുമില്ല, ചുമ്മാ റേഡിയോ കോൾ കൊടുത്തു. മനസ്സിലായി? ആരാ നിങ്ങൾ സിറ്റുവേഷൻ ആരായിട്ടാ ബ്രോ? അവിടെ ഒരു സിക്സ് അഡ്രസ് അവർക്ക് എന്റെ അടുത്ത് നമ്മൾ ഫയറിംഗ് ആയതാണ്. മനസ്സിലായില്ലേ? ഞാനാണ് കൊന്ന ബ്രോ, ഞാൻ സോറി. ഇല്ലല്ല കൊന്നോ ഇങ്ങ വാ, അവനെ നമ്മൾ തിരിച്ചു കൊല്ലട്ടെ. ഇങ്ങ വാ. എടാ ഒന്ന് മുതുക്ക് റിപ്പയർ വന്നാടാ. ഇവിടെ ഗോകുവിനെ അടിച്ചിട്ട് മറ്റേ ബോബോ അല്ല ഗോകുവിനെ മറ്റേ സെറ്റ് 30. നിന്റെ വണ്ടി നിർത്തേ. ആ എടുത്തോ, എന്നെ കേട്ട്. പെട്രോൾ പമ്പ് ഗോകൂടെ കിടപ്പുണ്ടാ, ഗോകൂടെ കിടപ്പുണ്ട്. ഞാൻ ഗോകുനോട് റിവ്യൂ ചെയ്യാൻ പോണു. ഉമാരേതാ നായ്ക്കള്? ബ്രോ എന്തെങ്കിലും പ്രശ്നമുണ്ട് ബ്രോ കൊണ്ടുവന്നതിന്? ഓക്കെ ഓക്കെ, ഇപ്പൊ വന്നിട്ട് തരാം. വെയിറ്റ് വരും ബ്രോ. ഇവിടെ കേവി നിപ്പുണ്ട്, ടി വി നിപ്പുണ്ട്. നിങ്ങൾ ഇവിടെ 3-4 നീ പോണ അതിന്റെ എടാ കോണയാ അവന്മാരത്. ബാബാ കേറി കേറി കേറി. ഞാൻ വണ്ടിക്കാ വെക്കാൻ പറ്റി. ഞാൻ ഇവിടെ പോയി പൊക്കിട്ടാ വീട്ടി. നമ്മുടെ ഗോകുനെ കൊന്നായിരുന്നു അവന്മാര്. നിങ്ങൾ തല്ലാൻ നിക്കുവാണോ? അവന്മാരവിടെ മുട്ടൻ കോണയടിച്ചോണ്ടിരിക്കുക നമ്മുടെ വേമാർ. നമ്മളിപ്പോ ഗോകുനെ കൊണ്ട് പൊക്കി നമ്മളവിടെ ഇറങ്ങി അടിക്കാൻ നിൽക്കും അവന്മാരെ. എടാ നിങ്ങൾ തുടങ്ങിക്കോ, നമ്മൾ വന്നത് അടിക്കാൻ നിൽക്കും അവന്മാരെ. ഒരു കുഴപ്പമില്ല. അവിടെ നിന്ന് നമുക്ക് ഓടിയിട്ട് നിങ്ങൾക്ക് ഓടിയിട്ട് നമുക്ക് രണ്ടുപേരും ചോദിക്കാനുള്ള അധികാരമുണ്ട്. മനസ്സിലായാ? നിങ്ങളടിച്ചോ നമ്മളിപ്പോ ജോയിൻ ആയിക്കോളാം. എടാ അവന്മാരെ കേവി തല്ലാൻ നിൽക്കുവാണേ. അവന്മാരിപ്പോ അവിടെ അടി പൊട്ടിക്കും. ഇല്ല കണ്ടില്ല, വേറെ വ്യൂ നോക്കി ഓടിക്കായിരുന്നു. ആ അടിയായി, ഗോകുനെ കൊന്നു. നമ്മള് കേവിയും റിപ്പയർ നിൽക്കുവായിരുന്നടാ. ഈ സെറ്റ് 30 വേറെ ആരോ ഒരു ഇതായി ഫൈറ്റ് ആയി. മനസ്സിലായി? ആ ടൈമിൽ നമുക്ക് വെടിയുണ്ട്. നമ്മുടെ ഗോകു മരിച്ച്, കേവിയിൽ ആരോ മരിച്ച്. ടാടാ എന്നെ വന്നിരിക്കുന്നത്. ഇവന്മാരെ ബൈ ഫുഡ് കിട്ടണോളി അവിടെ. ആ കേവിനെ വെടിവെച്ചു അവന്മാര്. അവന്മാര് കേവിനെ കൊന്നു, നമ്മളെയും കൊന്നു. മനസ്സിലായാ? എടാ അതെ അവനെ പിടിച്ചടാ. ഒറ്റക്കൊന്നെ പിടിച്ചവനെ. എടാ ഒരു വണ്ടി പറ്റിങ് ഓവർടേക്ക് മുമ്പ് പോയി നിർത്തിയടാ. ടയർ ചൂട്ടിക്ക്. അവൻ കറങ്ങുവാണേ, തിരിച്ച് മിൻ ബാങ്കോട്ട് കറങ്ങുവാണേ ഈ വഴി. റൈറ്റ് പോയി. എന്തോ ഇനിഷ്യലാണോ അവന്മാരെ വണ്ടിക്ക്? എടാ അവൻ വിട്ടു പോവാ. ഇവ എങ്ങോട്ടോ കൊണ്ടുപോകുന്നില്ല എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബാക്കിയുള്ള വണ്ടികളിലേക്ക്
ഞാൻ പിങ്ങി പോകുന്നുണ്ടേ. നിർത്താ കണ്ടി ഓടാണ്ട് നിർത്താ. എടാ എന്റെ പിങ്ങോക്കട ഇങ്ങോട്ടേക്ക് വായി പിങ്ങിലേക്ക് വാ. പറന്ന് ഏറി കയറി അവൻ. ഇതെന്താ അപരാധം? ഇത് വേറെ ഗ്യാങ് ഹൗസ് അല്ലോ ഇത്. അവിടെ ഫൈറ്റ് ആയാ അവനെ കൊന്നോടാ? ഡൗൺ ആണോ അവൻ? അവൻ ഡൗൺ ആണോ? കണ്ടി വാണമേ അടിക്കുമ്പോഴേ നോക്കിയെങ്കിലും അടിക്കണം, മനസ്സിലായി? ആൾക്കാർ നോക്കിയെങ്കിലും അടിക്കില്ല. ഇതുപോലെ കിടക്കുന്ന ഇതുപോലെ മനസ്സിലാണേ. ഈ മാർക്കില് ഇവിടെ നില്ല വാ, ഇവിടെ വാ, ഈ ഏരിയയിലേക്ക് വാ. ഇവിടെ നിന്ന് കളിച്ചാൽ മതി. അവന്മാർ ഇങ്ങോട്ട് വരും ഇനിയിപ്പോ. കരിവറാമോൻ അവനെ മുട്ടൻ നാളെ വരുന്നവൻ നായിന്റെ മോന്. ഓ എടാ നമുക്ക് രണ്ടു വിളിച്ചു മാത്രം പോലെ ഇരുന്ന് മുട്ട കൊണയല്ലേ ഇവന്മാര്. മുട്ട ചെരക്കുന്നിരുന്നവനെ വാണക്കണ്ടി. എടാ അവിടെ എടാ കണ്ണു പോലും ഇല്ല, കയ്യില് പിസ്റ്റളാ, ചുമ്മാ നിൽക്കുവോ. അവനെ കടിച്ചിട്ടുണ്ടാ ഗോകുനെയൊക്കെ. ഈ പിങ്ങോട്ട് വാടാ, ഈ പിങ്ങോട്ട് വാ. വെച്ചു ആളെന്തായാലും നോക്കി കളിക്കണ്ടേ വെച്ചു. ഇങ്ങനെ പെരഞ്ഞെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് അതിനുശേഷമുള്ള കൊണേടിയിലൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇനിയിപ്പോ രണ്ടുപേടെയും കക്കൂസി പോയി തൂറി മെഴുക, മനസ്സിലായി? നീ തന്നെ സ്വന്തം വായിട്ട് മെഴുകേണ്ടി വരും. സംസാരിക്കാൻ വരുമ്പോ വലിയ നമ്മള് കൈ നോക്കി നിൽക്കുവാണ്, കണ്ണൊന്നുമില്ല. അവനങ്ങ് വെടിവെച്ചേ പറ്റത്തുള്ളൂ. അവനങ്ങ് ഇതുവരെ ശംഭു കോട്ടാണ് മറ്റേ വാണമില്ലേ ഇവൻ. എടാ മാറാ ബോബി ഒന്ന്. ഇതാടാ ഈ കണ്ടി. ഇവൻ എന്താ അടിക്കാൻ പറ്റുന്ന എനിക്ക്? ആ എനിക്കടാ എരുമ മാറ്റേ എന്തടാ എന്നാച്ചടാ? ഇപ്പൊ എവിടെ പോടാ അവന്റെ താളം? താളം എവിടെ പോടാ? എന്ത് പറ്റിയടാ? ആയേ എടാ നമ്മ ഗോക്കു അതിന്റെ ഇടയിൽ കൂടെ വെടിവെക്കല്ലേ പറഞ്ഞ് ഓടിയത്. അവനെ അടിച്ചിട്ട് മനസ്സിലായ. എടാ ഇവിടെ ആരാ മരിച്ചെടുക്കണേ? ഇതാരാടാ ഈ മരിച്ചെടുക്കണേ? ഹലോ ബ്രോ, ആരാണ്? കണാരഞ്ചോട് ബ്രോ. ഈ സീനിലേ ഉള്ളല്ലോ. ഇവന്മാർക്ക് ഒരു ആവശ്യമില്ല. നമ്മളവിടെ മര്യാദയ്ക്ക് നമ്മുടെ കാര്യം നോക്കി നിൽക്കുമായിരുന്നു. നമ്മളെ വെടിവെച്ച് ഗേവിനെയും വെടിവെച്ച് വാ കോസ്കർ. അമ്പു നീ ആലോചിച്ചു. നമ്മൾ ചോദിക്കാൻ പോയി, നമ്മളടുത്ത് കുണച്ച്, അവന്മാരുടെ അടുത്തും കുണച്ച്, പിന്നെ നമ്മൾ രണ്ടിനും നോക്കിക്കൊണ്ടിരിക്കണോ? അവന്മാരാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്, മനസ്സിലായി? ഹലോ ഹലോ അഗ്നി ഹലോ. ശരി ശരി ശരി. അവരെ ഗ്യാങ് ഹൗസ് ഇവിടെയാണോ? അല്ല ഇവിടെ അവരാകെ ഒറ്റടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അവനെ നമ്മൾ കൊന്നു. അവരിപ്പോ ഇവിടെ ഇല്ലല്ലോ ഈ ഏരിയയില്. ആണോ? ഓക്കെ. എടാ അവന്മാരിപ്പോ ഗ്യാങ് ഹൗസിൽ പുറത്തിറങ്ങും കേട്ടോ. അഡ്മിൻ പറഞ്ഞിട്ടുണ്ടേ. എടാ കോച്ചിനെ കൊല്ലല്ലോടാ. ഇല്ല 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 ഞാൻ വിളിച്ചതാണ്. ഇവിടെ അടുത്തുള്ള ഏതോ ഗ്യാങ് ഹൗസ് ആണെന്ന് തോന്നുന്നു. കേവി എടുത്ത് വെച്ച് കിടന്ന്. എടാ അവന്മാർ ഗ്യാങ് ഹൗസ് അറിയാമോ? ഇപ്പൊ പുറത്തിറങ്ങും പറഞ്ഞിട്ടുണ്ട്. എടാ നമ്മളൊന്നും എല്ലാവരും ഒരുമിച്ചില്ല കേട്ടോ. അവന്മാരിപ്പോ ഗ്യാങ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങും. ഇറങ്ങിയ എടുത്തല്ലേക്കോ?